രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതയായ പെൺകുട്ടി നൽകിയ പരാതി അത് ഏറ്റെടുത്തുകൊണ്ട് ചില മാധ്യമങ്ങൾ അഴിച്ചുവിടുന്ന കൊടുങ്കാറ്റ് ഇത് രണ്ടും ഉപയോഗിച്ച് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഉണ്ടാക്കിയ മാരകമായ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ CPM-നും സംസ്ഥാന സർക്കാരിനും കഴിയുമോ? ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടുകൂടി നോക്കുന്നത്. ഇതേപ്പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാ. അതായത് ഇനി UDF-നും കോൺഗ്രസിനും എതിരായിട്ട് LDF സർക്കാരും ഒക്കെ ഉപയോഗിക്കാൻ പോകുന്ന ആയുധങ്ങൾ പെണ്ണുകേസുകളായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു ആ വീഡിയോ. അതിൻ്റെ തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ പെണ്ണുകേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ മെറിറ്റിലേക്ക് കടക്കുകയില്ല എന്നുള്ളത്. അത് നമ്മുടെ ഒരു രീതിയാണ്. ഈ വീഡിയോയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് നമ്മുടെ നയം. അതായത് പീഡനം, ഗർഭം, നിർബന്ധിച്ചുള്ള ഗർഭം കലക്കൽ, ഈ വക വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഈ കേസിൽ ഇപ്പോൾ ചില ട്വിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ അതിജീവിതയായ പെൺകുട്ടിയുടെ മാരിറ്റൽ സ്റ്റാറ്റസ് സംബന്ധിച്ച ചില കാര്യങ്ങൾ, അവർ നേരത്തെ വിവാഹിതയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഒരുപക്ഷെ ഈ കേസിൽ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയേക്കാം. പക്ഷെ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഈ കേസ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ കേസ് ഉയർത്തിവിടാവുന്ന സാധ്യതകൾ, അതൊക്കെ ഉപയോഗിച്ചിട്ട് തൽക്കാലത്തേക്കെങ്കിലും സർക്കാരിന്, LDF-ന് ഈ സ്വർണ്ണ കവർച്ചയുടെ മാരകമായ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്.